കൊള്ളുന്നു. നിങ്ങളുടെ 100% സഹകരണം അമ്പലത്തിന് വേണ്ടി ഉണ്ടായിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ തവണ ശ്രീ കൂടൽമാണിക്യം ദേവസ്വം കീഴടം പാമ്പാമ്പോട്ട് ശിവക്ഷേത്രത്തിൽ നവീകരണ കലശവും പുനഃപ്രതിഷ്ഠയാണ് നടക്കുന്നത്. അതിനോടനുബന്ധിച്ച് 16 മുതൽ 26 വരെയാണ് തീയതികളിലായിട്ടാണ് നവീകരണ കലശത്തിന്റെ ക്രിയകൾ നടക്കണേ. ലാസ്റ്റ് ദിവസം ഏപ്രിൽ മാസം 26-ാം തീയതിയാണ് പ്രതിഷ്ഠയ്ക്ക് ശേഷം നട അടച്ച് തുറന്നതിന് ശേഷമാണ് എഴുന്നള്ളിപ്പ്. പുറത്തേക്കൊരു എഴുന്നള്ളിപ്പും ചെറിയ തോതിലുള്ള കരിമരുന്ന് പ്രയോഗവും മറ്റുള്ള കാര്യങ്ങളും നടത്തണ പ്രാധാന്യം ഈ തവണ ഭഗവതിയുടെയും പ്രതിഷ്ഠയ്ക്കാണ്. 16/4/26 വ്യാഴാഴ്ച 1-ാം ദിവസം മേടം 3 വൈകിട്ട് 6:30 ദീപാരാധനയ്ക്ക് ശേഷം ആചാര്യവരണം. 9 വരെ പ്രസാദ ശുദ്ധി, രക്ഷാഗണഹോമം, അസ്ത്രകലശപൂജ, വാസ്തുഹോമം, വാസ്തുബലി, വാസ്തുകലശപൂജ, വാസ്തു കലശാഭിഷേകം, പുണ്യാഹം. തുടർന്ന് അത്താഴപൂജ. വൈകിട്ട് 7 മണിക്ക് പ്രഭാഷണം ശ്രീ മാധവൻ കിഴക്കൂട്ടിന്റെ. 17/4/26 വെള്ളിയാഴ്ച 2-ാം ദിവസം മേടം 4 രാവിലെ 5 മുതൽ 10 വരെ മുളപൂജ, ചതുശുദ്ധി, ധാര, പഞ്ചഗവ്യം, പഞ്ചകം എന്നീ ബിംബശുദ്ധി കലശപൂജയും കലശാഭിഷേകവും. വൈകിട്ട് 5:30 മുതൽ 8 വരെ സ്ഥലശുദ്ധി, മുളപൂജ, അത്താഴപൂജ. വൈകിട്ട് 7-ന് തട്ടകത്തിലെ കുട്ടികളുടെ കലാപരിപാടികൾ. 18/4/26 ശനിയാഴ്ച 3-ാം ദിവസം മേടം 5 രാവിലെ 5 മുതൽ 10 വരെ മുളപൂജ, പ്രോക്തഹോമം, പ്രായച്ചിത്ത ഹോമം, ഹോമകലശാഭിഷേകം, ഉച്ചപൂജ. വൈകിട്ട് 5:30 മുതൽ 8 വരെ തലശുദ്ധി, മുളപൂജ, അത്താഴപൂജ. വൈകിട്ട് 7-ന് പ്രഭാഷണം ശ്രീ എൽ ഗിരീഷ് കുമാർ, ചെയർമാൻ ശ്രീപുരം താന്ത്രിക ഗവേഷണ കേന്ദ്രം, ഇരിഞ്ഞാലക്കുട. 19/4/26 ഞായർ 4-ാം ദിവസം മേടം 6 രാവിലെ 5 മുതൽ 10 വരെ മുളപൂജ, ശ്വശാന്തി ഹോമം, ചോരശാന്തി ഹോമം, നായശാന്തി ഹോമം, അത്ഭുത ശാന്തി ഹോമം, ഹോമകലശാഭിഷേകങ്ങൾ, ഉച്ചപൂജ. വൈകിട്ട് 5:30 മുതൽ 8 വരെ ചതുർത്ഥത്തിന് മുളയിടൽ, തലശുദ്ധി, മുളപൂജ, അത്താഴപൂജ. വൈകിട്ട് 6:30 തായമ്പക അദ്വൈത് എസ് വർമ്മ, ചാലക്കുടി. വൈകിട്ട് 7:30 ചാക്യാർ കൂത്ത് ഡോക്ടർ അമ്മന്നൂർ രജനീഷ് ചാക്യാർ, ഇരിഞ്ഞാലക്കുട. കഥ കിരാതം. 20/4/26 തിങ്കളാഴ്ച 5-ാം ദിവസം മേടം 7 രാവിലെ 5 മുതൽ 10 വരെ കലശമണ്ഡപത്തിൽ മണ്ഡപ സംസ്കാരം, തത്വഹോമം, വലിയ പാണി, തത്വകലശാഭിഷേകം. ദർശനത്തിന് വളരെ പ്രാധാന്യമുള്ള സമയമാണിത്. മുളപൂജ, അനുരഞ്ജന കലശത്തിനുള്ള ഒരുക്കങ്ങൾ. രാവിലെ 6:30 മുതൽ നാരായണീയ പാരായണം, സുദർശനം, തത്സംഗ സമിതി. വൈകിട്ട് 5:30 മുതൽ 8 വരെ മുളപൂജ, കുംഭദേശ കൽക്കരി പൂജ, ബ്രഹ്മകലശ പൂജ, അധിവാസ ഹോമം, കലശാധിവാസം, അത്താഴപൂജ. വൈകിട്ട് 7:30 പാഞ്ചാരി മേളം, ഗുരുജി കലാക്ഷേത്ര, വ്യാസപുരം. 21/4/26 ചൊവ്വ 6-ാം ദിവസം മേടം 8 രാവിലെ 5 മുതൽ 10 വരെ മുളപൂജ, കലശത്തിങ്കൽ ലക്ഷവിടർത്തി പൂജ, പരികലശാഭിഷേകം, വലിയ പാണി, അനുരഞ്ജന കലശാഭിഷേകം, ആവസ്തുത പോഷണം, അനിഞ്ചാബലി. വൈകിട്ട് 5:30 മുതൽ 8 വരെ മുളപൂജ, ബിംബശുദ്ധി കലശപൂജ, തലശുദ്ധി, അത്താഴപൂജ. വൈകിട്ട് 7-ന് പുറത്തിയാട്ടം, വെച്ചൂർ രമാദേവിയും സംഘവും അവതരിപ്പിക്കുന്നു. 22/4/26 ബുധൻ 7-ാം ദിവസം മേടം 9 രാവിലെ 5 മുതൽ 11:30 വരെ കലശമണ്ഡപത്തിൽ മണ്ഡപ സംസ്കാരം, മുളപൂജ, കുംഭദേശ കൽക്കരി പൂജ, ശയ്യപൂജ, നിദ്രാകലശപൂജ, അഗ്നിജനനം, സംഹാരതത്വഹോമം, തത്വകലശപൂജ, സംഹാരവാണി, സങ്കോചദാനം, ദ്വാനസങ്കോചം, തത്വകലശാഭിഷേകം, ജീവകലശപൂജ, ദീപോദ്വാസന, ജീവകലശം, ശയ്യയിൽ എഴുന്നള്ളിക്കൽ. വൈകിട്ട് 4 മുതൽ 10 വരെ ശുദ്ധിക്രിയകൾ, ബിംബശുദ്ധി, കലശാഭിഷേകം, മുളപൂജ, ദ്വാനാധിവാസം. ജീവകലശത്തിനുള്ള ബിംബത്തിലും
പീഡാദിവാസം ചിര തത്വാദിവാസ ഹോമം മണ്ഡലപൂജ കാൽ കഴിച്ചൂട്ട് ദിഗ്ബലി 23/4/26 വ്യാഴം 8-ാം ദിവസം മേടം 10 രാവിലെ 5 മുതൽ 12 വരെ മുളപൂജ ജീവകലശത്തിങ്കൽ ലക്ഷവിടർത്തി പൂജ പ്രസാദ പ്രതിഷ്ഠ നാനീമുഖം പുണ്യാഹം ദമുത്സകലശ പ്രതിഷ്ഠ സ്നാനാസം വലിയപാണി ജീവകലശം എഴുന്നള്ളിക്കൽ വിദ്യേശ്വര കലശം പോഷണം പരവാഹന അവസ്ഥാവാഹന മന്ത്രവാഹന ദാനം മുഹൂർത്തം രാവിലെ 7:35 മുതൽ 9:30 വരെയുള്ള ശുഭമുഹൂർത്തത്തിൽ ദേവപ്രതിഷ്ഠ ഇതേ മുഹൂർത്തത്തിൽ ഭഗവതിയുടെയും പ്രതിഷ്ഠ പീഠം പ്രതിഷ്ഠ കുംഭാഭിഷേകം നിദ്രകലശാഭിഷേകം ജീവകലശാഭിഷേകം അഷ്ടബന്ധന്യാസം പ്രതിഷ്ഠാർത്ഥം പൂജ പ്രതിഷ്ഠാബലി പ്രതിഷ്ഠ ദക്ഷിണ 25/4/26 ശനി 10-ാം ദിവസം മേടം 12 രാവിലെ 5 മുതൽ 10 വരെ കലശമണ്ഡപത്തിൽ മണ്ഡപ സംസ്കാരം മുളപൂജ പ്രോക്തഹോമം പ്രായച്ചിത്ത ഹോമം സ്വശാന്തി ഹോമം മണ്ഡപത്തിൽ ഉച്ചപൂജ ചതുർകലശത്തിനുള്ള ഒരുക്കങ്ങൾ വൈകിട്ട് 5:30 മുതൽ 9 വരെ കുംഭദേശകർക്കി പൂജ ബ്രഹ്മകലശ പൂജ പരികലശ പൂജ അധിവാസ ഹോമം കാലരാജാധിവാസം മണ്ഡപത്തിൽ അത്താഴപൂജ വൈകിട്ട് 7-ന് തിരുവാതിരക്കളി തട്ടകത്തിലെ അമ്മമാരുടെ 26/4/26 ഞായർ 11-ാം ദിവസം മേടം 13 രാവിലെ 4 മുതൽ 11:30 വരെ നിർമാല്യ പ്രായച്ചിത്തം വെളുപ്പിന് 4 മണിക്ക് നട തുറന്ന് കണി കാണിക്കൽ പായസ നിവേദ്യം ഹേമകലശാഭിഷേകങ്ങൾ തത്വഹോമം തത്വകലശാഭിഷേകം സഹസ്രകലശാഭിഷേകം പരികലാഭിഷേകം വലിയ പാണി ബ്രഹ്മകലശാഭിഷേകം ഉച്ചപൂജ അവസ്തുത പോഷണ ശ്രീഭൂതബലി ദക്ഷിണ ഉച്ചയ്ക്ക് 12:30 എല്ലാ ഭക്തജനങ്ങൾക്കും ഗംഭീരമായിട്ടുള്ള പ്രസാദ ഊട്ട് ഉണ്ടായിരിക്കുന്നതാണ്. ആയതിനു ശേഷം വൈകിട്ട് 7:30 ഡബിൾ തായമ്പക ശ്രീ കാക്കാട് അതുൽമാരാർ ശ്രീ ചെരിശ്ശേരി അർജുൻ എസ് മാരാർ അത്താഴപൂജയ്ക്ക് ശേഷം ഭദ്രകാളി തീയാട്ട് 9:30 ഭഗവാന്റെയും ഭഗവതിയുടെയും എഴുന്നള്ളിപ്പ് പുറത്തേക്ക് എഴുന്നള്ളിപ്പ് പാഞ്ചാരി മേളം ശ്രീ കാക്കാട് രാജപ്പന്മാരാർ കുറുപ്പത്ത് കണ്ണന്മാരാർ കൊടകര ഉണ്ണി കുഴൂർ ബാലൻ കൊടകര അനൂപ് തുടങ്ങി 60-ൽ പരം കലാകാരന്മാർ പങ്കെടുക്കുന്നു. തുടർന്ന് വർണ്ണമഴ ഇത്തരം പരിപാടികളാണ് ഈ തവണത്തെ നമ്മുടെ അമ്പലത്തിലെ പുനഃപ്രതിഷ്ഠയും പ്രതിഷ്ഠയെ പ്രമാണിച്ച് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കലശത്തിനാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത്. തുടർന്ന് ലാസ്റ്റ് ദിവസം 26-ാം തീയതി 2 ഗജവീരന്മാരെ ഭഗവാന്റെയും ഭഗവതിയുടെയും തിടമ്പ് നമ്മൾ പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നതാണ്. തുടർന്ന് നമ്മൾ ഒരു തായമ്പക എഴുന്നള്ളിപ്പ് പിന്നെ ചെറിയൊരു വർണ്ണമഴ ഇങ്ങനെയാണ് ഈ തവണത്തെ പരിപാടികൾ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതെല്ലാം വളരെ ഭംഗിയായി നടത്തുന്നതിന് വേണ്ടി നിങ്ങളുടെ ഓരോരുത്തരെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. തുടർന്ന് ഇത് നാട്ടുകാരെയും ഭക്തജനങ്ങളെയും അറിയിക്കുന്നതിനുള്ള ഒരു പരിശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് വളരെ നല്ല രീതിയിൽ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഉത്സവം വേറെ ദിവസം നടക്കുമോ? ഇല്ല, ഉത്സവം ലാസ്റ്റ് ദിവസം പുറത്തേക്ക് എഴുന്നള്ളിക്കാം. വേറെ സമയമില്ല. ലാസ്റ്റ് ദിവസം പുറത്തേക്ക് നട തുറന്നതിന് ശേഷം 23-ാം തീയതി നട അടയ്ക്കും. അത് കഴിഞ്ഞിട്ട് 26-ാം തീയതി നട തുറക്കുമ്പോ സമയത്താണ് പുറത്തേക്ക് എഴുന്നള്ളിക്കാൻ പറ്റുള്ളൂ. 2 ക്ഷേത്രമായ 2 ക്ഷേത്രമില്ല, ഭഗവതിയും ഭഗവാനും ഉണ്ട്. ഭഗവതി പുറത്തായിരുന്നു ആദ്യം. അതെ. അപ്പൊ ഉപദേവതയാണ് ഭഗവതി. ഭഗവതി അകത്തേക്ക് പ്രതിഷ്ഠിക്കാൻ പോണു. പഴയ കാലത്ത് അകത്ത് തന്നെയായിരുന്നു. ഇതിനിടയ്ക്ക് ഒരു റിക്വസ്റ്റിന്റെ പുറത്ത് ഭഗവതിയെ പുറത്തേക്ക് അമ്പലം പണിത് നമ്മള് കഴിഞ്ഞ കലശത്തിന് നമ്മൾ മാറ്റി. പക്ഷെ ഭഗവാന് പ്രശ്നം വെച്ച് നോക്കിയപ്പോ അതിലൊരു അഹിത ഉണ്ട്. ഒരുമിച്ച് കൂടെ തന്നെ വേണം, അമ്പലത്തിന്റെ അകത്ത് തന്നെ വേണം. പുറത്തേക്ക് നടത്തിയതിൽ ഭഗവാനൊരു കോപമുണ്ടെന്ന് വന്നതിന്റെ പുറത്ത് ഞങ്ങളിപ്പോ പുറത്ത് അമ്പലമൊക്കെ പൊളിച്ചു കളഞ്ഞ് ഭഗവതി അകത്തേക്ക് മാറ്റി. പ്രതിഷ്ഠ ഇപ്പൊ ബാലാലയത്തിൽ ഞങ്ങൾ പ്രതിഷ്ഠിച്ചൊക്കെയാണ്. ഇനി ഭഗവാനെ പ്രതിഷ്ഠിക്കുന്നതോടൊപ്പം ഭഗവതിയെ വലത്തെ വശത്ത് ഞങ്ങള് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് അമ്പലം പുതിയതായിട്ട്